ഉഴുവ പുതിയകാവ് ദേവങ്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സഹസ്രകലശ കൂപ്പൺ ഉദ്ഘാടനം നടന്നു. ഉഴുവ പുതിയകാവ് ദേവങ്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സഹസ്രകലശം കൂപ്പൺ ഉദ്ഘാടനം നടന്നു. പ്രമുഖ സിനിമാ താരം ഗായത്രി അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു. വിഭവ സമാഹരണ ഉദ്ഘാടനം ചേത്തല പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ് നിർവഹിച്ചു. വേണുഗോപാൽ അജിത് നിവാസ്, കാനറ ബാങ്ക് മാനേജർ ശ്രീനിവാസൻ എസ് നായർ, റിട്ടയേർഡ് ശാസ്ത്രജ്ഞൻ വിനോദ് മാളികമഠം, വില്ലേജ് ഓഫീസർ അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ 4 മതിൽക്കെട്ടിനുള്ളിൽ തടികൊണ്ടും മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച് അവിടുത്തെ ദേവനെ പ്രതിഷ്ഠിക്കാനായി നമ്മൾ നിർമ്മിക്കുന്ന ഒരു 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 കൺസ്ട്രക്ഷൻ മാത്രമല്ല, ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആ സമൂഹത്തെ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ആളുകളെ എത്രയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി എത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നുള്ളത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ റെപ്രസെന്റേഷൻ തന്നെയാണ്. ഒരു ശരീരം, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് പറ്റുന്നത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പോ ഒരു ക്ഷേത്രം ഒരു ജീർണാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള വ്യക്തികളെയും സമൂഹത്തെയും ഒക്കെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിന് എല്ലാവരും അവരുടെ ജീവിതത്തിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളുമായിരിക്കും. നമ്മുടെ ശരീരത്തെ നവീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ എപ്പോഴും നമ്മളിങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും നമ്മളിപ്പം എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ പുതിയൊരു വസ്ത്രം ധരിക്കും, നമ്മൾ കുളിക്കും, ഭക്ഷണം കഴിക്കും, നമ്മൾ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും, നവീകരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെയാണ് ഒരു ക്ഷേത്രത്തെ നവ്യമാക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ നവീകരണം എന്ന് പറയുന്നത് നാം നമ്മുടെ ശരീരത്തെ നവീകരിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന നവീകരണ പ്രവർത്തനങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തിയിലും പ്രതിഫലിക്കും എന്നുള്ളത് ഒരു സത്യമായൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നിവിടെ ഈ ഒരു ക്ഷേത്രം ഉഴുവ പുതിയകാവ് ദേവങ്കൽ മഹാവിഷ്ണു ക്ഷേത്രം, ഇതിന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഈ വരുന്ന 7-ാം തീയതി നടക്കുന്നത്.